കൊല്ലം പുനലൂരിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് സ്ഥിരീകരണം. പുരുഷന്റെ മൃതദേഹമാണെന്ന് തിരിച്ചറിഞ്ഞു. വലത് വാരിയലിന് കുത്തേറ്റിട്ടുണ്ട്. ശരീരത്തിൽ പൊള്ളലേറ്റതായും കണ്ടെത്തി. മൃതദേഹത്തിന് 5 ദിവസത്തെ പഴക്കമുണ്ടെന്നും പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും എം മനോജ് ചേർന്നുണ്ട്. മനോജ്, എങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്? വിഷ്ണു, കഴിഞ്ഞ ദിവസമാണ് ഈ പുനലൂർ മുക്കടവിലെ റബ്ബർ തോട്ടത്തിൽ ഇത്തരത്തിലൊരു മൃതദേഹം കണ്ടെത്തുന്നത്. ഈ റബ്ബർ തോട്ടം എന്ന് പറയുന്നത് അധികം ആരും പോകാതെ, അതായത് ടാപ്പിംഗ് ജോലികൾ ഇല്ലാത്തതിനാൽ അവിടെയൊക്കെ കാട് മൂടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം കാന്താരി ശേഖരിക്കാനായാണ് ഒരു പ്രദേശവാസി അങ്ങോട്ട് പോയത്. അപ്പോഴാണ് ഒരു മൃതദേഹം ജീർണിച്ച നിലയിൽ കാണുന്നത്. തുടർന്ന് നാട്ടുകാരെയൊക്കെ വിവരമറിയിച്ചു. പോലീസ് വന്ന് പരിശോധന നടത്തി. ഫോറൻസിക് സംഘം ഉൾപ്പെടെ ഈ പരിശോധന നടത്തുമ്പോൾ ഈ ചങ്ങലയിൽ ബന്ധിച്ച നിലയിലായിരുന്നു മൃതദേഹം. അതായത് 2 കാലുകളും കൈകളും ഈ റബ്ബർ മരവുമായി ബന്ധിച്ച നിലയിലായിരുന്നു. അപ്പോൾ തന്നെ സംശയമുണ്ടായിരുന്നു ഇത് ഏത് തരത്തിലാണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച്. പോലീസ് അന്വേഷണം നടത്തി. അതോടൊപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടത്തുവാനും തീരുമാനമായി. കഴിഞ്ഞ ദിവസം മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുകയായിരുന്നു. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടെ വരുന്നതോടെയാണ് ഇത് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. ആദ്യം സ്ത്രീയുടെ മൃതദേഹമാണോ എന്നുള്ള സംശയമുണ്ടായിരുന്നു. പിന്നീട് അത് പുരുഷൻ്റേതാണെന്ന് തിരിച്ചറിഞ്ഞു. അതോടൊപ്പം തന്നെ കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. കാരണം ഈ കൈയും കാലും ഈ ബന്ധിച്ച നിലയിലും അതോടൊപ്പം തന്നെ മുഖത്തുൾപ്പെടെ പൊള്ളലേറ്റ ലക്ഷണങ്ങളുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അന്വേഷണത്തിൽ ഈ പൊള്ളലേറ്റതും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് ഈ ഇടത് വാരിയലിൽ കുത്തേറ്റ നിലയിലുമായിരുന്നു. അതായത് ശരീരത്തിൽ കുത്തേറ്റിട്ടുണ്ട്, പൊള്ളലേറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ലക്ഷണങ്ങളും കൊലപാതകത്തിൻ്റെ ലക്ഷണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഈ വൈകല്യമുള്ള ആളാണ് ഇത്തരത്തിൽ മരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും എന്താണ് ഇതിന് പിന്നിലുണ്ടായിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് പോലീസ് അന്വേഷിച്ച് വരികയാണ്. ഈ സമയത്ത്, അതായത് ഈ 5 ദിവസത്തെ പഴക്കമാണ് മൃതദേഹത്തിന് പറയുന്നത്. ഈ സമയത്തിനിടയിൽ ഇങ്ങോട്ടേക്ക് ആരെങ്കിലും എത്തിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചും പരിശോധിക്കുകയാണ്. എന്തായാലും ദിവസങ്ങൾക്കകം തന്നെ പ്രതിയിൽ എത്താൻ സാധിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കൂടുതൽ പരിശോധനകൾ നടത്തുന്നുണ്ട്. ഈ മൃതദേഹം ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പരിശോധനകൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ഇത്തരത്തിൽ ആരാണ് മരിച്ചതെന്ന് തിരിച്ചറിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ മിസ്സിംഗ് കേസുകൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.